ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ജോയിന്റ്സ് ഓഫ് ദ സ്കെലട്ടൺ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് പലതവണ എസ്സേ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ജോയിന്റ്സ് ഓഫ് ദ സ്കെലട്ടൺ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റോടുകൂടി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ജോയിന്റ്സ് ഓഫ് സ്കെലട്ടൺ നോക്കാതെ പോകരുത്. അപ്പൊ എന്താണ് ജോയിന്റ് എന്നുള്ള കാര്യം നോക്കാം. ജോയിന്റ് അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് രണ്ടോ അതിൽ കൂടുതലോ ബോൺസിന്റെ യൂണിയന് വേണ്ടിയിട്ടാണ്. രണ്ടോ അതിൽ കൂടുതലോ ബോൺസ് തമ്മിൽ യുണൈറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോയിന്റ് അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ജോയിന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ആർത്രോളജി. ഓക്കെ, ജോയിന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ആർത്രോളജി. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ പ്രധാനമായിട്ടും ജോയിന്റ്സിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫൈബ്രസ് ജോയിന്റ്, രണ്ട് കാർട്ടിലേജിനസ് ജോയിന്റ് ആൻഡ് മൂന്ന് സൈനോവിയൽ ജോയിന്റ്. മൂവ്മെന്റിന്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം, ഇമ്മൂവബിൾ ജോയിന്റ്സ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്സ്, അല്ലെങ്കിൽ ഫ്രീലി മൂവബിൾ ജോയിന്റ്സ്, ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫൈബ്രസ് ജോയിന്റ്സിനെ തന്നെ പറയുന്ന മറ്റു പേരുകളാണ് സിൻ ആർത്രോസിസ്, ഫിക്സഡ് ജോയിന്റ്, അല്ലെങ്കിൽ ഇമ്മൂവബിൾ ജോയിന്റ്സ്. ഇനി കാർട്ടിലേജിനസ് ജോയിന്റ്സിനെ തന്നെ പറയുന്ന മറ്റു പേരുകളാണ് ആംഫി ആർത്രോസിസ് ആൻഡ് സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്സ്. ഇനി നമ്മുടെ സൈനോവിയൽ ജോയിന്റിനെ തന്നെ പറയുന്ന മറ്റു പേരുകളാണ് ഡൈ ആർത്രോസിസ് ഓർ ഫ്രീലി മൂവബിൾ ജോയിന്റ്സ്. ഇതാണ് ഫസ്റ്റിലത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ചുള്ള കുറച്ച് എക്സാമ്പിൾ ആണ് നമ്മൾ ആ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഫൈബ്രസ് ജോയിന്റ്സ്, അതായത് മൂവ്മെന്റ് ഒന്നും പോസിബിൾ ആവാത്ത തരത്തിലുള്ളതാണ് ഫൈബ്രസ് ജോയിന്റ് എന്ന് പറയുന്നത്. ഇനി കാർട്ടിലേജിനസിലേക്ക് വരുമ്പം കുറച്ച് ചെറിയ രീതിയിൽ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളതാണ് കാർട്ടിലേജിനസിനകത്ത് വരുന്നത്. സൈനോവിയൽ വരുമ്പോഴത്തേന് ഫുൾ മൂവ്മെന്റ് ആണ്, അവിടെ മൂവ്മെന്റ് പോസിബിൾ ആണ്. ഇതാണ് ജോയിന്റ്സിന്റെ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഫൈബ്രസ് ജോയിന്റ്സിനെ കുറിച്ചാണ്. ഫൈബ്രസ് ജോയിന്റ്സിനെ തന്നെ നമ്മൾ പറയുന്ന മറ്റു പേരുകളാണ് സിൻ ആർത്രോസിസ് അല്ലെങ്കിൽ ഇമ്മൂവബിൾ ജോയിന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ പേരിൽ തന്നെയുണ്ട്, മൂവ്മെന്റ് പോസിബിൾ അല്ലാത്ത തരത്തിലുള്ള ജോയിന്റ്സിനെയാണ് നമ്മൾ ഫൈബ്രസ് ജോയിന്റ്സ് അല്ലെങ്കിൽ സിൻ ആർത്രോസിസ് അല്ലെങ്കിൽ ഇമ്മൂവബിൾ ജോയിന്റ്സ് എന്ന് പറയുന്നത്. രണ്ട് ബോണിനിടയിൽ അവിടെ മൂവ്മെന്റ് പോസിബിൾ അല്ല. അപ്പം ഇതിന്റെ എക്സാമ്പിൾ, എല്ലാത്തിനും എക്സാമ്പിൾ അത്രയ്ക്കും നല്ലപോലെ പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പം ഇവിടെ ഫൈബ്രസ് ജോയിന്റ്സിന്റെ കാര്യത്തിൽ 3 തരത്തിലുള്ള എക്സാമ്പിൾ ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്യൂച്ചേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്കള്ളിലുള്ള ബോൺസിനെ തമ്മിൽ യുണൈറ്റ് ചെയ്യുന്ന ഇമ്മൂവബിൾ ജോയിന്റ്സ് ആണ് സ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം 3 തരത്തിലാണുള്ളത്. കൊറോണൽ സ്യൂച്ചർ ഉണ്ട്, സജൈറ്റൽ സ്യൂച്ചർ ഉണ്ട്, ലാംഡോയിഡ് സ്യൂച്ചർ ഉണ്ട്. ഇപ്പം നമ്മുടെ ഫ്രോണ്ടൽ ബോണിന്റെയും 2 പെറൈറ്റൽ ബോണിന്റെയും ഇടയിലാണെങ്കിൽ കൊറോണൽ സ്യൂച്ചർ വരുന്നുണ്ട്. 2 പെറൈറ്റൽ ബോണിന് ഇടയിലാണെങ്കിൽ സജൈറ്റൽ സ്യൂച്ചർ വരുന്നുണ്ട്. 2 പെറൈറ്റൽ ബോണിനും ഒസിപ്പിറ്റൽ ബോണിനും ഇടയിലാണെങ്കിൽ ലാംഡോയിഡ് സ്യൂച്ചറും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്നതാണ് പെഗ് ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ ഗോംഫോസിസ് എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ ടീത്ത് നമ്മുടെ സോക്കറ്റിൽ ഇരിക്കുന്നില്ലേ, ആ ഒരു ജോയിന്റിനെയാണ് നമ്മൾ പെഗ് ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. അതിനെയാണ് ഗോംഫോസിസ് എന്നും പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ടൈപ്പാണ് സിൻഡെസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പം സിൻഡെസ്മോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ്സ് വെർ ദ ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ആർ കണക്റ്റഡ് ബൈ മെംബ്രെയിൻ ആസ് ഇൻ ദ ഇൻഫീരിയർ ടിബിയോഫിബുലാർ ജോയിന്റ്. നമ്മുടെ ഈ ഒരു ജോയിന്റിലാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സർഫസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് മെംബ്രെയിൻസ് വഴിയായിരിക്കും. ഓക്കെ, ടു ബോൺസ് കണക്റ്റഡ് ബൈ സ്ട്രോങ് ലിഗമെന്റ് ഓർ ഇൻട്രോഷ്യസ് മെംബ്രെയിൻ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലിഗമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രോഷ്യസ് മെംബ്രെയിനോ ഒക്കെ വഴിയിട്ടായിരിക്കും 2 ബോൺസ് കണക്റ്റഡ് ആവുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഇൻഫീരിയർ ടിബിയോഫിബുലാർ ജോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആംഗിൾ റീജിയനിൽ വരുന്ന ജോയിന്റ് ആണ് ഇൻഫീരിയർ ടിബിയോഫിബുലാർ ജോയിന്റ്. അത് നമ്മുടെ ഈ ഒരു ഫൈബ്രസ് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. അപ്പം ഇത് 3 ഓർത്ത് വെച്ചിരിക്കാം: സ്യൂച്ചേഴ്സ്, പെഗ് ആൻഡ് സോക്കറ്റ് ജോയിന്റ്, സിൻഡെസ്മോസിസ്. റൈറ്റ് സൈഡിൽ അതിന്റെ നമ്മൾ പിക്ചേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സ്കൾ റീജിയനിൽ സ്യൂച്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ സിൻഡെസ്മോസിസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ ഗോംഫോസിസ്.
ടീത്തില് സോക്കറ്റ്സിൽ ടീത്ത് വരുന്നതാണ് ഗോംഫോസിസ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആണ്. അതിനെ തന്നെ നമ്മൾ ആംഫിയാർത്രോസിസ് എന്ന് പറയാറുണ്ട്, സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്സ് എന്നും പറയാറുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ് അവിടെ പോസിബിൾ ആണ്. ഇൻ വിച്ച് ദ ജോയിന്റ് സർഫസസ് ആർ സെപ്പറേറ്റഡ് ബൈ സം ഇന്റർവീനിങ് സബ്സ്റ്റൻസ് ആൻഡ് സ്ലൈറ്റ് മൂവ്മെന്റ് ഓൺലി ഈസ് പോസിബിൾ. അപ്പൊ ഇവിടെ ജോയിന്റ് സർഫസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ചില ഇന്റർവീനിങ് സബ്സ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ രീതിയിൽ മൂവ്മെന്റ് പോസിബിൾ ആണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഉള്ളത് പ്യൂബിക് സിംഫൈസിസ് ആണ്. അവിടെ വേറെ പാഡ് ഓഫ് കാർട്ടിലേജ് യുണൈറ്റ്സ് ദ ടു പ്യൂബിക് ബോൺസ്. ഇവിടെ രണ്ട് പ്യൂബിക് ബോൺസിനെ തമ്മിൽ യുണൈറ്റ് ചെയ്യുന്നത് ഒരു പാഡ് ഓഫ് കാർട്ടിലേജ് ആണ്. ഇവിടെ കാർട്ടിലേജ് ആണ് ഈ കാർട്ടിലേജിനസ് ജോയിന്റ്സിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ പ്യൂബിക് സിംഫൈസിസിന്റെ പാർട്ടിലോട്ട് വരുമ്പോഴത്തേന് രണ്ട് പ്യൂബിക് ബോൺസിനെ തമ്മിൽ യുണൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പാഡ് ഓഫ് കാർട്ടിലേജ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർവെർട്ടിബ്രൽ ജോയിന്റ്സ് ആണ് വിത്ത് ദെയർ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഓഫ് ഫൈബ്രോ കാർട്ടിലേജ്. ഇന്റർവെർട്ടിബ്രൽ ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് വെർട്ടിബ്രയ്ക്ക് ഇടയിൽ വരുന്ന ജോയിന്റ് ആണ് ഇന്റർവെർട്ടിബ്രൽ ജോയിന്റ്സ്. അത് ഫൈബ്രോ കാർട്ടിലേജ് വഴിയിട്ടാണ് വരുന്നത്. അപ്പൊ അതും കാർട്ടിലേജിനസ് ജോയിന്റ്സിന് എക്സാമ്പിൾ ആണ്. മൂന്നാമത് പറയുന്നത് ദ ജോയിന്റ് ബിറ്റ്വീൻ ദ മാനുബ്രിയം ആൻഡ് ദ ബോഡി ഓഫ് ദ സ്റ്റേർണം. സ്റ്റേർണത്തിന്റെ സ്ട്രക്ചറിനകത്ത് വരുന്ന രണ്ടെണ്ണമാണ് നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ മാനുബ്രിയവും. അപ്പൊ അതിന് രണ്ടിനും ഇടയിലുള്ള ജോയിന്റും ഈ പറഞ്ഞതുപോലെ തന്നെ കാർട്ടിലേജ് വഴിയിട്ടുള്ളത്. അപ്പൊ കാർട്ടിലേജിനസ് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഒരെണ്ണം പറയുന്നത് നമ്മുടെ ലോങ് ബോൺസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവാത്ത സമയത്ത് ഈ എപ്പിഫൈസിസും ഡയാഫൈസിസും തമ്മിലുള്ള ആ ഒരു ജോയിന്റ് എന്ന് പറയുന്നത് ടെമ്പററി അല്ലെങ്കിൽ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. അതും കൂടെ ഓർത്ത് വെച്ചിരിക്കാം. അപ്പൊ കാർട്ടിലേജിനസ് ജോയിന്റ്സിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ പ്യൂബിക് സിംഫൈസിസ് പറയാം, ഇന്റർവെർട്ടിബ്രൽ ജോയിന്റ്സ് പറയാം, നമ്മുടെ സ്റ്റേർണത്തിന്റെ മാനുബ്രിയത്തിനും ബോഡിക്കും ഇടയിലുള്ള ജോയിന്റ് പറയാം. ഇപ്പം ലോങ് ബോണ്ടിന്റെ കാര്യത്തിൽ ഗ്രോത്ത് കംപ്ലീറ്റ് ആവാത്ത സമയത്ത് എപ്പിഫൈസിസിനും ഡയാഫൈസിസിനും ഇടയിലുള്ള ടെമ്പററി അല്ലെങ്കിൽ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റും ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്യൂബിക് സിംഫൈസിസും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കാർട്ടിലേജിനസ് ജോയിന്റ്സ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സൈനോവിയൽ ജോയിന്റ്. ഇത് മാത്രമായിട്ടും 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പിക്ചർ ഉൾപ്പെടെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നോർമലി ഈ ഒരു സൈനോവിയൽ ജോയിന്റിന്റെ കാര്യം പിക്ചർ ഉൾപ്പെടെയാണ് വരാറുള്ളത്. പിക്ചർ വരയ്ക്കാനും കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ സൈനോവിയൽ ജോയിന്റ്സിനെ തന്നെ നമ്മൾ ഡയാർത്രോസിസ് എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ഫ്രീലി മൂവബിൾ ജോയിന്റ്സ് എന്നും പറയാറുണ്ട്. അതായത് ഫ്രീ ആയിട്ട് ഇവിടെ മൂവ്മെന്റ് പോസിബിൾ ആണ്. ഈ സൈനോവിയൽ ജോയിന്റ് തന്നെ പല തരത്തിലാണ് ഉള്ളത്. ഓക്കെ, എല്ലാത്തിനും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്. അപ്പം 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ആയിട്ട് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഈ പിക്ചറും കൂടെ വരയ്ക്കാനുള്ള രീതിയിലും ചോദിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ഫ്രീലി മൂവബിൾ ജോയിന്റ് അല്ലെങ്കിൽ സൈനോവിയൽ ജോയിന്റിന്റെ ക്യാരക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് the ends of bones which enter into the formation of the joint are covered by hyaline cartilage. അപ്പൊ രണ്ട് ബോൺ വേണമല്ലോ, നമ്മുടെ ഈ ഒരു ജോയിന്റിന്റെ ഫോർമേഷന് രണ്ട് ബോൺ വേണം. ആ രണ്ട് ബോണിന്റെയും എൻഡിൽ കവർ ചെയ്തിട്ട് എന്തായിരിക്കും ഉള്ളത്? ഹൈലൈൻ കാർട്ടിലേജ് ആയിരിക്കണം ഉള്ളത്. അപ്പം ഈ ഒരു ജോയിന്റ് ഫോർമേഷനിൽ വരുന്ന രണ്ട് ബോൺസിന്റെയും എൻഡിൽ ഹൈലൈൻ കാർട്ടിലേജിന്റെ കവറിങ് ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ ബോൺസിനെ രണ്ടിനെയും കൂടെ ബൈൻഡ് ചെയ്ത് നിർത്താനായിട്ട് ലിഗമെന്റ്സ് ആവശ്യമുണ്ട്. ലിഗമെന്റ്സ് ആർ റിക്വയർഡ് ടു ബൈൻഡ് ദ ബോൺസ് ടുഗദർ. ബോൺസിനെ തമ്മിൽ ബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ലിഗമെന്റ്സ് ആവശ്യമുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഒരു ജോയിന്റ് ക്യാവിറ്റി ഉണ്ടായിരിക്കും. ഈ ക്യാവിറ്റി എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ക്യാപ്സ്യൂള് വഴിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബ്രസ് ടിഷ്യൂ വെച്ചിട്ടുള്ള ഒരു ക്യാപ്സ്യൂള് വഴിയാണ് ഈ ഒരു ക്യാവിറ്റി എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ലിഗമെന്റ്സ് ആയിരിക്കും. ഈ 3 ക്യാരക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും ഒരു സൈനോവിയൽ ജോയിന്റിന് ഉള്ളത്. രണ്ട് ബോൺസിന്റെയും എൻഡ്സിൽ ഹൈലൈൻ കാർട്ടിലേജ് ഉണ്ടായിരിക്കണം. ഇതിനെ തമ്മിൽ ബൈൻഡ് ചെയ്ത് നിർത്താൻ ലിഗമെന്റ്സ് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഒരു ജോയിന്റ് ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റി എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഫൈബ്രസ് ടിഷ്യൂന്റെ ക്യാപ്സ്യൂള് വഴിയിട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു പിക്ചറും കൂടി വരയ്ക്കാൻ നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് മുകളിലും താഴെയായിട്ട് രണ്ട് ബോണ് കാണാം. ആർട്ടിക്കുലർ കാർട്ടിലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൈലൈൻ കാർട്ടിലേജ് ആണ്. പിന്നെ നടുക്കായിട്ട് നമുക്കൊരു ജോയിന്റ് ക്യാവിറ്റി കാണാം. അതിനകത്ത് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ആർട്ടിക്കുലർ ക്യാപ്സ്യൂളിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു ഫൈബ്രസ് ടിഷ്യൂന്റെ ക്യാപ്സ്യൂൾ നടുക്കായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പുറമെയായിട്ടും തൊട്ടകത്തായിട്ട് നമുക്ക് ഒരു സൈനോവിയൽ മെംബ്രെയിൻ കൂടെ കാണാം. അപ്പൊ ഈ ഒരു പിക്ചർ കൂടെ വരയ്ക്കാനായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സൈനോവിയൽ ജോയിന്റ് തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ടെന്ന്. നമുക്ക് പ്രധാനമായിട്ടും 6 ടൈപ്പ് സൈനോവിയൽ ജോയിന്റ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 പിവോട്ട് ജോയിന്റ്, 2 ഗ്ലൈഡിംഗ് ജോയിന്റ്, 3 ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, 4 ഹിഞ്ച് ജോയിന്റ്,
ആൻഡ് 5 കോണ്ടൈലോയിഡ് ജോയിന്റ് ആൻഡ് 6 സാഡിൽ ജോയിന്റ്. ഇത്രയും വെറൈറ്റീസ് ഓഫ് സൈനോവിയൽ ജോയിന്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇത് ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്. അതിനെ തന്നെ നമ്മൾ പ്ലെയിൻ ജോയിന്റ് എന്നും അറിയപ്പെടാറുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വിച്ച് 2 ഫ്ലാറ്റ് സർഫസസ് ഓഫ് ബോൺ ഗ്ലൈഡ് ഓൺ ഈച്ച് അതർ. 2 ബോൺ സർഫസ് തമ്മിൽ തെന്നി നീങ്ങുന്ന രീതിയിൽ, ഗ്ലൈഡ് ചെയ്ത് നീങ്ങുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലൈഡിംഗ് ജോയിന്റ് അല്ലെങ്കിൽ പ്ലെയിൻ ജോയിന്റ് ഉള്ളത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കാർപ്പൽ ജോയിന്റ്സും ടാർസൽ ജോയിന്റ്സും ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, 2 ബോൺസിന്റെ സർഫസ്, 2 ഫ്ലാറ്റ് സർഫസ് ഗ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ജോയിന്റ് ഉള്ളത്. എക്സാമ്പിൾ കാർപ്പൽ ജോയിന്റ്സും ടാർസൽ ജോയിന്റ്സും ആണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റൗണ്ടഡ് എക്സ്ട്രീമിറ്റി മറ്റൊരു ബോണിന്റെ ഒരു ക്യാവിറ്റിയിലോട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഒരു ബോണിന്റെ റൗണ്ടഡ് എക്സ്ട്രീമിറ്റി മറ്റൊരു ബോണിന്റെ ക്യാവിറ്റിയിലോട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കപ്പ് ഷേപ്ഡ് ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു സോക്കറ്റിലോട്ട് ഒരു ബോൾ എടുത്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ മൂവ്മെന്റ് നടക്കുന്നത്, അതുപോലെ തന്നെ എല്ലാ ഡയറക്ഷനിലേക്കും ഈ ഒരു ബോൾ ആൻഡ് സോക്കറ്റിന്റെ മൂവ്മെന്റ് പോസിബിൾ ആണ്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹിപ്പ് ജോയിന്റും അതുപോലെ തന്നെ ഷോൾഡർ ജോയിന്റും ഇതിന് എക്സാമ്പിൾ ആണ്. ഒരു റൗണ്ടഡ് എക്സ്ട്രീമിറ്റി മറ്റൊരു ബോണിന്റെ ക്യാവിറ്റിയിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. എല്ലാ ഡയറക്ഷനിലേക്കും മൂവ്മെന്റ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഹിപ്പ് ജോയിന്റ്, ഷോൾഡർ ജോയിന്റ്. മൂന്നാമത്തെ ടൈപ്പാണ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇൻ ദിസ് വെറൈറ്റി വൺ റൗണ്ടഡ് സർഫസ് ഈസ് റിസീവ്ഡ് ഇൻ ടു അനദർ ഇൻ സച്ച് എ വേ ദാറ്റ് മൂവ്മെന്റ് ഈസ് ഓൺലി പോസിബിൾ ഇൻ വൺ പ്ലെയിൻ ആസ് ഒക്കേഴ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് എ ഹിഞ്ച്. ഹിഞ്ച് ജോയിന്റിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു റൗണ്ടഡ് സർഫസ്, ഒരു ബോണിന്റെ റൗണ്ടഡ് സർഫസ് മറ്റൊരു ബോണിന്റെ റൗണ്ടഡ് സർഫസിലോട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നു. അങ്ങനെയുള്ള ഒരു ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു റൗണ്ടഡ് സർഫസ് മറ്റൊരു റൗണ്ടഡ് സർഫസിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് കാരണം ഇവിടെ മൂവ്മെന്റ് ഒരു പ്ലെയിനിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പം ഹിഞ്ച്, നമ്മൾ വിജാഗിരിയുടെ കാര്യം പറയത്തില്ലേ, ഇത് അകത്തോട്ട് മാത്രമേ പറ്റുള്ളൂ, തിരിച്ച് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് അതിന്റെ മൂവ്മെന്റ് പോസിബിൾ അല്ലല്ലോ. അതേപോലെയാണ് ഹിഞ്ച് ജോയിന്റിന്റെ കാര്യത്തിലും. നമ്മളിപ്പോ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എൽബോ ജോയിന്റ് ആണ്. എൽബോ ജോയിന്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിവർത്താൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിലോട്ട് നമുക്ക് നിവർത്താനായിട്ട് പറ്റില്ല, ഒരു സൈഡിലോട്ട് മാത്രമല്ലേ നിവർത്താൻ പറ്റുള്ളൂ. അതാണ് ഹിഞ്ച് ജോയിന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. എൽബോ ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോണ്ടൈലോയിഡ് ജോയിന്റിന്റെ കാര്യമാണ് പറയുന്നതും. ഇത് ഏകദേശം നമ്മുടെ ഹിഞ്ച് ജോയിന്റിനോട് സിമിലർ ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഡാപ്റ്റഡ് ആണ് ഇതെന്ന് പറയുന്നത്. 2 പ്ലെയിനിൽ ഇതിന്റെ മൂവ്മെന്റ് പോസിബിൾ ആണ്. ലാറ്ററലും അതായത് സൈഡിലേക്കും ബാക്ക്വേർഡ് ഫോർവേഡ്, ഇത്രയും ബാക്ക്വേർഡിലേക്കും ഫോർവേഡിലേക്കും ലാറ്ററലും ഇതിന്റെ മൂവ്മെന്റ് പോസിബിൾ ആണ്. അതാണ് ഹിഞ്ച് ജോയിന്റിൽ നിന്നും കോണ്ടൈലോയിഡ് ജോയിന്റിനുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലെക്ഷൻ നടക്കും, എക്സ്റ്റൻഷൻ നടക്കും, എബ്ഡക്ഷൻ, എഡക്ഷൻ, സ്ലൈറ്റ് സർക്കംഡക്ഷൻ ഒക്കെ പോസിബിൾ ആണ്. പക്ഷെ റൊട്ടേഷൻ പോസിബിൾ അല്ല. ഈ ഫ്ലെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ മടക്കുന്നതാണല്ലോ, അതാണ് ഫ്ലെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നിവർത്തുന്നതിനെയാണ്. അബ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ മൂവിങ് ലിംബ് എവേ ഫ്രം ബോഡി, നമ്മുടെ ബോഡിയിൽ നിന്ന് അകലേക്ക് കൈ കൊണ്ടുവന്ന അല്ലെങ്കിൽ ലിംബ് കൊണ്ടുവന്നതാണ് അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. എഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് അടുത്തേക്ക് കൊണ്ടുവരുന്നതാണ് എഡക്ഷൻ. ഇനി സർക്കംഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൂവിങ് ദ ബോൺ ഓർ ലിംബ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ സർക്കിൾ ഇൻ ദ ആക്സിസ്, കൈ നമ്മൾ കറക്കത്തില്ലേ, അതിനെയാണ് സർക്കംഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് എക്സാമ്പിൾ ആണ് റിസ്റ്റ് ജോയിന്റ്. നമ്മൾ റിസ്റ്റ് ജോയിന്റിന്റെ ഭാഗം നമ്മൾ കറക്കുന്നതുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സർക്കംഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ റൊട്ടേഷൻ പോസിബിൾ അല്ല. ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും അബ്ഡക്ഷനും എഡക്ഷനും സർക്കംഡക്ഷനും ഒക്കെ പോസിബിൾ ആണെങ്കിൽ പോലും ഇവിടെ റൊട്ടേഷൻ പോസിബിൾ അല്ല. അതിന് എക്സാമ്പിൾ ആണ് റിസ്റ്റ് ജോയിന്റ്. നെക്സ്റ്റ് ഉള്ളത് നമുക്ക് പിവോട്ട് ജോയിന്റ് ആണ്. ഇവിടെ റൊട്ടേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇവിടെയാണ് നമുക്ക് റൊട്ടേഷൻ സാധ്യമായിട്ടുള്ളത്, പിവോട്ട് ജോയിന്റിലാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെഡിന്റെ മൂവ്മെന്റ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അവിടെ നമ്മുടെ അറ്റ്ലസും ആക്സിസിന്റെയും കാര്യം എവിടെയാണ് പറയുന്നത്. നമ്മുടെ C1 C2 സർവൈക്കൽ വെർട്ടിബ്രയിലെ ഫസ്റ്റും സെക്കൻഡും ആണ് അറ്റ്ലസും ആക്സിസും. ഇതിൽ അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ആൻഡ് ആക്സിസ് എന്ന് പറയുന്നത് ഒരു പെഗ് ഷേപ്ഡ് പ്രോസസ് ആണ്. അപ്പൊ പെഗ് ഷേപ്ഡ് പ്രോസസ് ആയിട്ടുള്ള ആക്സിസിലേക്ക് റിംഗ് ലൈക്ക് ആയിട്ടുള്ള അറ്റ്ലസ് ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ ഒരു റൊട്ടേഷൻ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളത്. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ആസ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ദ റേഡിയസ് ഓൺ ദ അൾനാർ ഇൻ പ്രൊണേഷൻ ആൻഡ് സുപ്പിനേഷൻ ഓഫ് ദ ഫോർആം. ഇപ്പൊ പ്രൊണേഷൻ, നമ്മുടെ ഫോർആമിന്റെ പ്രൊണേഷന്റെ സുപ്പിനേഷന്റെ ടൈമിലുള്ള റേഡിയസിന്റെയും അൾനയുടെയും മൂവ്മെന്റും പിവോട്ട് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. പ്രൊണേഷനും സുപ്പിനേഷനും പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സുപ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാം ഓപ്പൺ ആയിട്ട് വെക്കുന്ന, അതായത് പാം തുറന്നു വെക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് സുപ്പിനേഷൻ എന്ന് പറയുന്നത്. പ്രൊണേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ കമഴ്ത്തി വെക്കുമല്ലോ, കൈപ്പത്തിയുടെ ഭാഗം കമഴ്ത്തി വെക്കുന്ന
അല്ലെങ്കിൽ പാം ഡൗൺവേർഡ് പൊസിഷനിൽ വെക്കുന്നതിനെയാണ് നമ്മൾ പ്രൊണേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൈപ്പത്തി മലർത്തി വെക്കത്തില്ലേ, ഓപ്പൺ ആയിട്ട് വെക്കുന്ന ആ ഒരു പൊസിഷനാണ് സുപ്പിനേഷൻ. അപ്പൊ അങ്ങനെ പ്രൊണേഷനും സുപ്പിനേഷനും ചെയ്യുന്ന സമയത്ത് നമ്മുടെ റേഡിയസിന്റെയും അൾനയുടെയും മൂവ്മെന്റ് പിവോട്ട് ജോയിന്റിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡിൽ ജോയിന്റ് ആണ് ലാസ്റ്റ് എന്ന് പറയുന്നത്. സാഡിൽ ജോയിന്റിനെ തന്നെ നമ്മൾ ജോയിന്റ് ഓഫ് റെസിപ്രോക്കൽ റിസപ്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദ ജോയിന്റ് ബിറ്റ്വീൻ ദ ട്രപ്പീസിയം ആൻഡ് ദ ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോൺ ഓഫ് ദ തമ്പ്. ഇതാണ് സാഡിൽ ജോയിന്റിന് എക്സാമ്പിൾ. ട്രപ്പീസിയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാർപ്പൽ ബോൺ ആണ് ട്രപ്പീസിയം. ആ കാർപ്പൽ ബോണും നമ്മുടെ തമ്പിന്റെ ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോണും കൂടെ ചേർന്നിട്ടുള്ള ഒരു ജോയിന്റ് ഉണ്ട്. അതാണ് സാഡിൽ ജോയിന്റിന് എക്സാമ്പിൾ. അത് ഒരുപാട് മൂവ്മെന്റ് പോസിബിൾ ആണ്. കാരണം തമ്പിന് ഇവിടെ വരുന്നത് ഒപ്പോസിഷൻ മൂവ്മെന്റ് ആണ്. കാരണം നമ്മുടെ തമ്പിന് മറ്റുള്ള ഫിംഗേഴ്സിനെ ടച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കുന്നത് ഈ ഒരു സാഡിൽ ജോയിന്റ് കാരണമാണ്. ഇപ്പൊ കാർപ്പൽ ബോൺ ആയിട്ടുള്ള ട്രപ്പീസിയം നമ്മുടെ തമ്പിന്റെ ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോണും കൂടെ ചേർന്നിട്ടുള്ള ഒരു ജോയിന്റ് ആണ് സാഡിൽ ജോയിന്റ്. ഈ ഒരു ജോയിന്റ് ഉള്ളത് കൊണ്ടാണ് ഒപ്പോസിഷൻ മൂവ്മെന്റ്, അതായത് നമ്മുടെ തമ്പിന് മറ്റുള്ള ഫിംഗേഴ്സിനെ ടച്ച് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ജോയിന്റ് കാരണമാണ്. ഇതിനെ നമ്മൾ ജോയിന്റ് ഓഫ് റെസിപ്രോക്കൽ റിസപ്ഷൻ എന്ന് പറയും. ഇനി ഇതിന് ശേഷം നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ജോയിന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇതിൽ ആ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ഷോൾഡർ ജോയിന്റും അതുപോലെ തന്നെ ഹിപ്പ് ജോയിന്റും അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിൾ ആണ് നമ്മുടെ എൽബോ ജോയിന്റ്, നീ ജോയിന്റ്, ആംഗിൾ ജോയിന്റ്. ഇതെല്ലാം നമ്മുടെ ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി പിവോട്ടിന് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹെഡിന്റെ മൂവ്മെന്റ് അറ്റ്ലസിന്റെയും ആക്സിസിന്റെയും. അത് കൂടാതെ തന്നെ നമ്മുടെ പ്രൊണേഷന്റെ സുപ്പിനേഷന്റെ സമയത്ത് വരുന്ന റേഡിയോ അൾനാർ ജോയിന്റും ഈ ഒരു പിവോട്ട് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. പിന്നീടുള്ളത് നമ്മുടെ ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്. അവിടെ നമ്മുടെ ഇന്റർ കാർപ്പൽ ജോയിന്റ്സ്, ഇന്റർ ടാർസൽ ജോയിന്റ്സ്, അതുപോലെ തന്നെ സബ്ടാലർ ജോയിന്റ്സ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഗ്ലൈഡിംഗ് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. അപ്പം അടുത്തത് കോണ്ടൈലോയിഡ് ജോയിന്റ് ആണ്. അതിന് എക്സാമ്പിൾ നമ്മുടെ റെസ്റ്റ് ജോയിന്റ് ആണ് കോണ്ടൈലോയിഡ് ജോയിന്റിന് എക്സാമ്പിൾ. ലാസ്റ്റ് വൺ നമ്മുടെ സാഡിൽ ജോയിന്റ് ആണ്. സാഡിൽ ജോയിന്റിന് എക്സാമ്പിൾ ആണ് നമ്മുടെ തമ്പും അതുപോലെ തന്നെ ട്രപ്പീസിയവും നമ്മുടെ തമ്മിലുള്ള ഫസ്റ്റ് മെറ്റാകാർപ്പലും ആയിട്ടുള്ള ജോയിന്റ് ആണ് നമ്മുടെ സാഡിൽ ജോയിന്റിന് എക്സാമ്പിൾ. അപ്പം ഇതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൃത്തിക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.